ബേപ്പൂരിൽ PV അൻവർ പ്രചാരണത്തിൽ കളം നിറഞ്ഞതോടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇതാ ചുവരെഴുത്തുമായി പ്രവർത്തകർ സജീവമായി കഴിഞ്ഞു. വികസനം പറഞ്ഞ് വിജയം തുടരാമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ഉള്ളത്. കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടതുകോട്ടയായ ബേപ്പൂർ പിടിക്കാൻ PV അൻവർ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പ്രചാരണം നടത്തുകയാണ്. ഓരോ വീടുകൾ കയറിയും സ്ഥാപനങ്ങൾ കയറിയൊക്കെ തന്നെ പ്രചാരണം നടത്തുന്നു. പക്ഷേ ഇടതുപക്ഷം പറയുന്നു ബേപ്പൂർ അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന കോട്ടയല്ല എന്ന് പറയുന്നു. സൈലന്റ് പ്രചരണം ഇടതുപക്ഷവും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ കുണ്ടായത്തോട് ചുമരെഴുത്തൊക്കെ തന്നെ തുടങ്ങിയിരിക്കുന്നു. സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ LDF വേണ്ടിയുള്ള ചുമരെഴുത്തുകൾ സജീവമായി നടക്കുകയാണ്. നിലവിലെ സിറ്റിംഗ് MLA മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് തന്നെ വീണ്ടും കളത്തിലിറങ്ങാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഏതായാലും പ്രചരണം അവരും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രാദേശിക നേതാക്കൾ എനിക്കൊപ്പമുണ്ട്. അൻവർ ഒരു വെല്ലുവിളിയാവോ? 1600 കോടിയിൽ പരം രൂപേൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. UDF സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങളെ ഈ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഒരു വെല്ലുവിളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അൻവർ പറയുന്നത് വികസന തട്ടിപ്പാണ് മുഹമ്മദ് റിയാസ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് പാലത്തിന് പെയിന്റ് അടിക്കുന്നതും ബൾബിടുന്നതല്ല വികസനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രചാരണം നടത്തുന്നത്. അത് ഈ യാഥാർത്ഥ്യം ജനങ്ങളെ അനുഭവിച്ചറിഞ്ഞാണല്ലോ. ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 1600 കോടി രൂപേൻ്റെ വികസന പ്രവർത്തനം നടന്നു എന്നുള്ളത് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞാണ്. പിന്നെ ബേപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് പണ്ട് RSSന്റെ സ്ഥാനാർത്ഥി മാധവൻകുട്ടി മത്സരിച്ച നാടാണ് ബേപ്പൂർ. അതിനെ ഇവിടുത്തെ ജനങ്ങൾ തൂത്തെറിഞ്ഞാണ്. അപ്പം ബേപ്പൂർ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അല്ലാത്തതൊക്കെ ബേപ്പൂർ സ്വീകരിക്കില്ല. ആ ആത്മവിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. വലിയൊരു ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, അത് ആവർത്തിക്കുമോ? 40,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ഈ പ്രാവശ്യം ജയിക്കുമെന്നുള്ളതാണ്. ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ 55% വോട്ട് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി കിട്ടും. പ്രചരണം തുടങ്ങി കഴിഞ്ഞാൽ ചുമരൊക്കെ എഴുതാൻ തുടങ്ങിയിരിക്കും. ഞങ്ങൾ തുടങ്ങി. ഇന്നലെ മുതൽ ഞങ്ങൾ ചുമരുകളും ഒക്കെ തന്നെ വെള്ളമടിച്ച് പ്രചരണം നടത്തിക്കൊടുക്കുകയാണ്. സ്ഥാനാർത്ഥിയുടെ പേര് ഡിക്ലെയർ ചെയ്തതിനു ശേഷം സ്ഥാനാർത്ഥിയുടെ പേര് എഴുതി തുടങ്ങും. ഏതായാലും വികസനം പറഞ്ഞ് തന്നെ വോട്ട് പിടിക്കാനാണ് LDFന്റെ തീരുമാനം. വലിയ രീതിയിലുള്ള വികസനം മണ്ഡലത്തിൽ നടപ്പാക്കിയെന്നാണ് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. ചെറുവണ്ണൂർ മേൽപ്പാലം ഉൾപ്പെടെയുള്ള നിർമ്മാണം അന്തിമഘട്ടത്തിൽ കൂടിയാണ്. ഏതായാലും ചുവരെഴുത്ത് സജീവമായി നടന്നു വരികയാണ്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. റിപ്പോർട്ടർ. ഏതായാലും ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമായിരിക്കും ബേപ്പൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടതുമുന്നണി മന്ത്രി മുഹമ്മദ് റിയാസിന് വേണ്ടി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. മറുഭാഗത്ത് PV അൻവറും സജീവമായി പ്രചാരണ രംഗത്തുണ്ട്.